നമസ്കാരം. ഒരു മനുഷ്യന് ആത്മീയത, സ്പിരിച്വാലിറ്റി എപ്പോ ആരംഭിക്കാം? അതിന് പ്രത്യേക സമയമുണ്ടോ? ഉണ്ടെങ്കിൽ അത് കൃത്യമായ സമയം ഏതാണ്? ഇതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മഹാത്മാക്കളെ, ഇന്ന് ഈ ഭൂമിയിൽ ഓരോ മനുഷ്യനും അലയുകയാണ്. എന്തിനു വേണ്ടി അലയുന്നത്? പണത്തിന് വേണ്ടി അലയുന്നത്, അല്ലെ? നമ്മുടെ സ്പിരിച്വാലിറ്റിക്ക് വേണ്ടി അലയുന്നവർ വളരെ ചുരുക്കമാണ്. അവർ ചെന്ന് പെടുന്നതെല്ലാം അബദ്ധത്തിലാണ് താനും. അപ്പോ ഈ പണത്തിന് വേണ്ടിയുള്ള അലച്ചില് ജീവിതത്തിന്റെ ആരംഭം മുതൽ തുടങ്ങുകയാണ്. ഒരു കുഞ്ഞിനെ സ്കൂളിൽ വിടുന്നത് തന്നെ അവനെ ഫ്യൂച്ചറിലേക്ക് പണമുണ്ടാക്കാൻ ഉള്ള ട്രെയിനിങ് കൊടുക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷെ സ്കൂളിൽ നിന്നും അതൊന്നും കിട്ടുന്നില്ല. അത് വേറൊരു കാര്യം. അപ്പൊ എങ്ങനെയൊക്കെയോ അവൻ ഒരു 10-18 വയസ്സാകുമ്പോഴേക്കും അവനെടുക്കാവുന്ന വിദ്യാഭ്യാസം എടുക്കുകയോ അതിൽ കൂടുതൽ വയസ്സ് വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിച്ച് കൂടുതൽ പണം സമ്പാദിക്കാനുള്ള അവസ്ഥയിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്ന ഒരു ജീവിത രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോ ഈ കാലഘട്ടത്തിൽ സ്പിരിച്വാലിറ്റി അഥവാ മലയാളത്തിൽ പറഞ്ഞാൽ ആത്മീയത, അത് എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ എല്ലാത്തിനും താഴെയാണ് നിൽക്കുന്നത്. അങ്ങനെയാണോ ആത്മീയത നിൽക്കേണ്ടത്? ആത്മീയത നിൽക്കേണ്ടത് എപ്പോഴും ടോപ്പ് ലെവലിലാണ്. അതായത് നമ്മളുടെ എല്ലാ കർമ്മങ്ങളിലും പ്രതിഫലിക്കേണ്ടത് ആത്മീയതയാണ്. ആ ആത്മീയതയിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴായിരിക്കും നമ്മളുടെ ഭൗതിക ജീവിതത്തിലുള്ള കർമ്മങ്ങൾക്കെല്ലാം ഒരു അർത്ഥമുണ്ടാവുകയുള്ളൂ. ഒരു നഷ്ടബോധം നമ്മളിൽ, ജീവിതം അവസാനിക്കുന്ന സമയത്ത് ഒരു നഷ്ടബോധം നമ്മളിൽ ഇല്ലാതിരിക്കുകയുള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഇന്നീ കാണുന്ന രീതിയിലുള്ള ഈ ആത്മീയ തത്വങ്ങളിലൂടെ പോകുന്ന വ്യക്തികൾക്ക് അറിയാൻ സാധിക്കുന്ന കാര്യങ്ങൾ, അതായത് കുറെ ബുക്സുകളിലൂടെ അറിയാൻ സാധിക്കുന്ന കാര്യങ്ങൾ, കുറെ പ്രസംഗങ്ങളിലൂടെ അറിയാൻ സാധിക്കുന്ന കാര്യങ്ങൾ, ഇതിൽ നിന്നൊക്കെ ഉപരിയായിട്ടൊരു ആത്മീയ തത്വമുണ്ട്, യഥാർത്ഥ ആത്മീയതയുണ്ട്. അത് ഈ ഭൂമിയിൽ ഓരോ മനുഷ്യനും അത് അനുവർത്തിച്ചു വരേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ആരും ചിന്തിക്കുന്നില്ല. കാരണം ഇതെനിക്ക് പറ്റാത്തൊരു കൊമ്പാണ്, അത് ഞാൻ കയറി പിടിക്കുന്നില്ല. എനിക്ക് പറ്റുന്ന കൊമ്പുകൾ എന്തൊക്കെയാണ്? വിദ്യാഭ്യാസം, അത്യാവശ്യം കുടുംബമായിട്ട് ജീവിച്ചു പോവുക, അതുപോലെ തന്നെ കുറച്ച് പണം ഉണ്ടാക്കുക, ജീവിതം അതിലൂടെ മുന്നോട്ട് കൊണ്ടുപോവുക, അസുഖം വരുമ്പോൾ ഹോസ്പിറ്റലിൽ പോവുക, ദുഃഖം വരുമ്പോൾ അമ്പലങ്ങളിലും പള്ളികളിലും പോവുക, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലൂടെ പോയി എന്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ പോകുന്നു, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ള രീതിയിൽ. വാർദ്ധക്യമാകുമ്പോഴേക്ക് ഏകദേശം നല്ല അസുഖങ്ങളൊക്കെ വന്നു വിട്ട് ലൈഫ് സ്റ്റൈൽ അസുഖങ്ങൾ ആദ്യം കയറി പിടിക്കും. അതിലൂടെ വരുന്ന ഭീകരമായ മറ്റു അസുഖങ്ങളൊക്കെ വന്ന് പെട്ട് അവസാനം ഒരു വെന്റിലേറ്ററിൽ കിടന്ന് ജീവനൊടുക്കാവുന്ന ഒരു രീതിയിലുള്ള ഒരു ജീവിതശൈലിയാണ് ഇന്ന് നമ്മൾ എല്ലാവരും കണ്ടുവരുന്നത്, അല്ലെ? അപ്പോ ഇതൊന്നും അല്ലാതെ തന്നെ നമുക്ക് ശരിക്കും ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നമ്മുടെ മുൻ തലമുറക്കാരെല്ലാം നമ്മളിപ്പോ ഈ പറഞ്ഞ രീതിയിലാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി അത് അവസാനിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ നമ്മളെങ്കിലും അതിൽ നിന്നും മാറേണ്ട സമയമായിരിക്കുകയാണ്. അപ്പൊ നമ്മൾ യഥാർത്ഥ ആത്മീയതയെക്കുറിച്ചും ആത്മീയത എപ്പോൾ ആരംഭിക്കണമെന്നതിനെ കുറിച്ചും ഒരു ബോധം നമ്മുടെ ഉള്ളിലുണ്ടാവണം. ഞാൻ പറയുകയാണെങ്കിൽ ആത്മീയത നമ്മൾ കുട്ടിക്കാലം മുതൽക്ക് തന്നെ പരിശീലിക്കേണ്ട ഒന്നാണ്. അപ്പോ ആത്മീയത എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മളെ തന്നെ അറിഞ്ഞ്, നമ്മളെ ശക്തിയെ അറിഞ്ഞ്, നമ്മളുടെ കർമ്മത്തിന്റെ ശുദ്ധിയെ അറിഞ്ഞ്, നമ്മളുടെ പാതകളിൽ വ്യക്തത കൈവരിക്കാൻ ഉതകുന്ന രീതിയിലുള്ള മാർഗങ്ങളെ തേടി അലഞ്ഞ് പോകേണ്ട ഒരു രീതിയാണ് ആത്മീയത. അപ്പൊ അതിനുവേണ്ടി അപ്പൊ എല്ലാവരും പറയും അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് അലയാനൊന്നും സമയമില്ല. അലയുക എന്ന് ഉദ്ദേശിച്ചത് നിങ്ങളുടെ മനസ്സിന്റെ അലച്ചിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. മറ്റു രീതിയിൽ അലയാതെ കണ്ട്, അതായത് മറ്റുള്ള ഭൗതിക തലത്തിലുള്ള കാര്യങ്ങളിലേക്ക് ആദ്യം ശ്രദ്ധ കൊടുക്കാതെ കണ്ട്, ഭൗതിക തലത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നതോടൊപ്പം തന്നെ പ്രഥമ സ്ഥാനം ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിൽ. ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എങ്ങനെയാണ്? കുറെ പുസ്തകങ്ങൾ വായിക്കുന്നത് കൊണ്ടോ, കുറെ ക്ഷേത്ര ദർശനങ്ങളോ മറ്റ് ആരാധനാലയങ്ങൾ സന്ദർശിച്ചുകൊണ്ടോ മാത്രം ആവില്ല. അത് ഒരു ചെറിയൊരു അംശം മാത്രമാണെന്ന് മനസ്സിലാക്കുക. അതിലൊക്കെ ഉപരിയായിട്ട് ധ്യാനമാണ് അതിനുള്ള യഥാർത്ഥ മാർഗം. അപ്പോൾ നമുക്ക് ധ്യാനം പരിശീലിച്ചതുകൊണ്ട് മാത്രമാണ് നമുക്ക് നമ്മളുടെ ഉള്ളിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. നമ്മളുടെ ഉള്ളിലേക്ക് എത്തുമ്പോൾ മാത്രമേ ആ ആത്മീയതയ്ക്ക് ഒരു എന്താ പറയാ ഒരു അതിന്റെ ഒരു മൂല്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ആത്മീയ തലത്തിലുള്ള മൂല്യം കാണുമ്പോൾ നമ്മൾക്ക് തീർച്ചയായിട്ടും എന്ന് തൊട്ടാണ് നമ്മൾ അതിന് ആരംഭം കുറിക്കുന്നത്, അപ്പോൾ തന്നെ പ്രപഞ്ചം നമ്മളെ അതിനുവേണ്ടി പാകപ്പെടുത്തി തുടങ്ങും. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കണം ആദ്യമായിട്ട്. ആത്മീയത എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മളെ ജീവിതത്തിൽ വേറിട്ട് നിർത്തേണ്ട ഒന്നല്ല. അത് തീർച്ചയായിട്ടും നമ്മുടെ കൂടെ, നമ്മളുടെ ഒരു കുട പോലെ, നമ്മൾ ചൂടുന്ന വെയിൽ വരുമ്പോൾ നമ്മൾ ചൂടുന്ന ഒരു കുട പോലെ നമ്മൾ പിടിക്കേണ്ട ഒന്നാണ്.
ആ കുടയ്ക്ക് അടിയിലായിരിക്കണം നമ്മുടെ ഭൗതിക ജീവിതത്തിലെ എല്ലാ കർമ്മങ്ങളും വരേണ്ടത്. അപ്പോൾ അതിന് ബേസ്ഡ് ആയിട്ട് നമുക്ക് വേണ്ടത് നമ്മൾക്ക് ഇതിനെക്കുറിച്ചൊരു അറിവാണ്. അപ്പോൾ ആ അറിവുകൾ ഞാൻ പറഞ്ഞല്ലോ, ചിലർക്ക് ഗ്രന്ഥങ്ങളിൽ നിന്നും ചെറുതായിട്ട് കിട്ടുന്നുണ്ട്, ചിലർക്ക് മഹാന്മാരായ ഗുരുക്കന്മാരിൽ നിന്നും മുൻപ് അവർ പകർത്തി വെച്ച കുറെ കാര്യങ്ങൾ ഉണ്ട്. അത് വാമൊഴിയായിട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗ്രന്ഥങ്ങളായിട്ടൊക്കെ പഠിച്ചും മനസ്സിലാക്കിയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊരു പാസ്റ്റ് രീതിയാണ് അല്ലെ, പാസ്റ്റിൽ നടക്കുന്ന രീതിയാണ്. നമുക്ക് പ്രസന്റിൽ എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തിയും ജനിച്ച് ഒരു കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ അവർക്ക് സ്വയമായിട്ട് ചിന്തിക്കാവുന്ന ഒരു സമയം വരുമ്പോൾ അവന്റെ അച്ഛനമ്മമാര് അല്ലെങ്കിൽ അവരുടെ അച്ഛനമ്മമാര് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, മകളെ അഥവാ മകനെ നീ ധ്യാനിക്കാൻ പഠിക്കണം എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ധ്യാനമാണ് എല്ലാത്തിലും നമുക്ക് ആദ്യ പടിയായിട്ട് എടുക്കേണ്ടത്. അല്ലാതെ പ്രാർത്ഥനകൾ കൊണ്ട്, പ്രാർത്ഥന എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി, ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയോ പറയുന്നതാണ്. പക്ഷെ ധ്യാനം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഒന്നും ആഗ്രഹിക്കുന്നില്ല, നമ്മൾ നമ്മളെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. നമ്മൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആത്മാവ് മാത്രമാണ്, ശരീരമല്ല. അപ്പോൾ ശരീരം നമ്മളുടെ ആത്മാവിന് ഇരിക്കാനായിട്ടുള്ള ഒരു ഇരിപ്പിടം മാത്രമാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ആത്മാവിലേക്ക് ഇറങ്ങിത്തിരിക്കാനായിട്ട് നമ്മളെ കുഞ്ഞുങ്ങളെ പാകപ്പെടുത്തുക, ഇല്ലെങ്കിൽ നമ്മൾ തന്നെ, ഇപ്പൊ നമുക്ക് വൈകി എങ്കിൽ പോലും ഈ കാലഘട്ടത്തിലായാലും നമ്മളെ പാകപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ മുന്നിട്ടിറങ്ങുമ്പോഴായിരിക്കും നമ്മൾ യഥാർത്ഥത്തിൽ ആത്മീയതയുടെ ഒരു രുചി അറിഞ്ഞു തുടങ്ങുക. അപ്പോൾ ഇങ്ങനെ രുചി അറിഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് തോന്നും, അപ്പൊ എനിക്ക് അതിന് തക്കതായ എന്തെങ്കിലും ഒരു ഉപാധി വേണം അല്ലെ. നമുക്ക് ഒന്ന് ആത്മീയത പറയുമ്പോൾ നമ്മൾ ധ്യാനിച്ചിരിക്കുമ്പോൾ പോലും നമുക്ക് എല്ലാം അറിഞ്ഞുകൊള്ളുന്നില്ല. അപ്പോ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഉപാധികൾ, നമുക്ക് ആരെയും സഹായിക്കാൻ വേണം അല്ലെ. അപ്പൊ അതിനാണ് തക്കതായ രീതിയിലുള്ള ഗുരുക്കന്മാരെ തേടുകയോ അങ്ങനെയുള്ള രീതിയിലേക്ക് നിൽക്കുന്നത്. അപ്പൊ അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളിൽ ആത്മീയത ഉണർന്നു തുടങ്ങുന്ന ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു അതിശക്തനായ ഗുരു നിങ്ങളെ തേടിക്കൊണ്ടിരിക്കുന്ന ഗുരു നിങ്ങളെ വിളിക്കും, നിങ്ങളിലേക്ക് വിളിക്കും ആദ്യം. പിന്നീട് നിങ്ങൾ മനസ്സിലാക്കും ഒരു ഗുരുവിനെ ഞാൻ കണ്ടെത്താൻ പോകുന്നു എന്നും. പിന്നെ നിങ്ങളെ ആകർഷിക്കും ഗുരു. ആ ഗുരു നിങ്ങളെ എങ്ങനെങ്കിലും നിങ്ങളെ ഗുരുവിലേക്ക് എത്തിക്കും. ഗുരുവിലേക്ക് എത്തിക്കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ ഗുരു പറഞ്ഞതനുസരിച്ച് മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുട്ടിക്കാലം മുതൽ തന്നെ ആത്മീയതയുടെ അത്യുന്നതങ്ങളിൽ എത്തിച്ചേർന്ന് നിൽക്കുന്നതിന് വേണ്ടിയും അതിലൂടെ നിങ്ങളുടെ ഭൗതിക ജീവിതം പൂർണ്ണമായും നല്ല രീതിയിൽ തന്നെ, ഇപ്പൊ കാണുന്ന ഭൗതിക ജീവിതം അല്ല കേട്ടോ യഥാർത്ഥ ഭൗതിക ജീവിതം. നിങ്ങളെ യഥാർത്ഥ ഭൗതിക ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അലച്ചിലൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ സാധാരണമായ വളരെ ശാന്തമായിട്ടായിരിക്കും നിങ്ങൾ ജീവിക്കുക. കാര്യമായിട്ടുള്ള വലിയ വലിയ അസുഖങ്ങളൊന്നും പിടിപെട്ടില്ല. എപ്പോഴും ഹോസ്പിറ്റലിൽ പോകേണ്ടി വരത്തില്ല. അതുപോലെ തന്നെ എപ്പോഴും നമ്മളിങ്ങനെ മരുന്നിന്റെ അടിമയായിട്ട് ജീവിക്കേണ്ടി വരികയില്ല. ശാന്തി, സമാധാനം, സന്തോഷം നമ്മുടെ കുടുംബത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ഇത്തരത്തിലൊരു അവസ്ഥയാണ് യഥാർത്ഥ ആത്മീയത. അപ്പൊ എന്റെ ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ ശരിക്കും നമ്മൾ ഇരുന്നൊരു ഊഞ്ഞാലിരുന്ന് ആടുമ്പോൾ കിട്ടുന്നൊരു സുഖം ഉണ്ടല്ലോ, ആ കുറച്ച് സമയത്തൊരു സുഖം